ഹെയർ ഡാമേജ് ഉണ്ടാവുന്ന ചില കോസസ് ഉണ്ടാവും. ലൈക്ക് അതിപ്പോൾ ഞാൻ അറിയാതെ തന്നെ ഡെയിലി ചെയ്ത് പോകുന്നുണ്ടാവും. ബട്ട് ഐ എം നോട്ട് റിയലൈസിങ് ദാറ്റ് യെസ് മൈ ഈ ഒരു പ്രാക്ടീസ് ക്യാൻ ലീഡ് ടു ഹെയർ ലോസ്. അങ്ങനെയുള്ള പ്രാക്ടീസസ് ഉണ്ട്. ആദ്യം തന്നെ നനഞ്ഞ മുടി ചെയ്യുക, പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള മുടി ചെയ്യണമെങ്കിൽ ചെയ്യുക. സ്ട്രെസ് എല്ലാത്തിലും പ്രോബ്ലം ആണ്. ലൈക്ക് ഓവറോൾ സ്കിന്നാണെന്നുണ്ടെങ്കിലും ഹെയറിലാണ് ഹെയർ ലോസ് ഉണ്ടാകും. ആ ഹെയർ ലോസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ട് സ്ട്രെസ് ആയിട്ട് വീണ്ടും ഇറ്റ്സ് ലൈക്ക് ഒരു സൈക്കിൾ. അതല്ലാതെ എനിക്കൊരു ഐഡിയൽ ഹെയർ കെയർ റുട്ടീൻ ഒന്ന് ശ്രീലക്ഷ്മിക്ക് ഒരു എനിക്ക് വേണ്ടി ഷാംപൂ ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞ ഉടനെ മസ്റ്റായിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യണം. ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് എ മോയ്സ്ചറൈസർ ഫോർ ഹെയർ. കോസ് ഓഫ് ഡാൻഡ്രഫ് ഇസ് ബേസിക്കലി ദാറ്റ് ഫംഗസ്. ആൻഡ് ഈ ഡൈ ചെയ്യുന്ന പലർക്കും അലർജിക് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. സോ വാട്ട് ആർ ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത്? പേഴ്സൺ ഹൂ ഇസ് അലർജിക് ഇസ് ഓൾവേസ് അലർജിക്. അത് മാറ്റാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എന്തുകൊണ്ടാണ് കുഴിനഖം വരണമെന്ന് വെച്ചാൽ നമ്മൾ ഈ നഖത്തിൻ്റെ എഡ്ജസ് വല്ലാതെ കട്ട് ചെയ്യുന്ന സമയത്ത് അത് ഇൻഗ്രോൺ ആയിട്ട് വളരുന്നതാണ്. ഈ ഹെയറിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയൊരു വില്ലൻ നമ്മുടെ ഹെയറിൽ കൂടെ ഇങ്ങനെ നടന്നു പോണ ലൈഫ് പെയിൻ അല്ലേ. അപ്പോൾ ഈ പെയിന് കൂടുതലായിട്ടും സ്കൂൾ ഗോയിങ് കുട്ടികൾക്കാണ് കാണാൻ പറ്റുന്നത്, ഗേൾസിന് എസ്പെഷ്യലി. ഹെയർ മുടി മുടി എന്ന് പറയുമ്പോൾ ഞാൻ രാവിലെ വന്നിരുന്നപ്പോൾ ഉള്ളതുപോലെ അല്ല ഇപ്പം എൻ്റെ മുടി ഇരിക്കുന്നത്. കുറെയൊക്കെ നമ്മളിവിടെ AC ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ദ സെയിം ഹാപ്പൻസ് ടു മൈ മോം ഓൾസോ. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ എന്താ അറിയോ, ഈ മുടിയിൽ നമ്മുടെ ജെനറ്റിക്സിനുള്ള റോൾ എത്ര മാത്രമാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജെനറ്റിക്സ് ഉള്ളത്. ഇപ്പോൾ കഷണ്ടി ഫാമിലി ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മോർ ലൈക്ലി ഉണ്ടാവേണ്ട ചാൻസ് ഉണ്ട്. ബി ഇറ്റ് ഫീമെയിൽ പാറ്റേൺ ബോൾഡ്നെസ് ആണെങ്കിലും മെയിൽ പാറ്റേൺ ബോൾഡ്നെസ് ആണെങ്കിലും ചാൻസ് ഉണ്ട്. നമ്മൾക്ക് ചില ആൾക്കാർ ബ്ലെസ്ഡ് വിത്ത് ബ്യൂട്ടിഫുൾ ഹെയർ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ കിട്ടേണ്ട ലക്കി ആൾക്കാരുണ്ട്. സോ മേജർ ഒരു ജെനറ്റിക്സ് ഫാക്ടറാണ് മുടിയുടെ കാര്യത്തിൽ. സ്റ്റിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമുക്കൊരു മാറ്റം ഉണ്ടാക്കാം കുറേയൊക്കെ. പക്ഷെ എന്നാലും നമ്മളുടെ എന്താ പറയുക, തിക്നെസ് ആണെന്നുണ്ടെന്നെങ്കിലും ഒരു പരിധി വരെ തിക്കാവുള്ളൂ. ഇഫ് ലൈക്ക് ദേ ഹാവ് ദാറ്റ് മച്ച് ഓഫ് തിക്നെസ്സിൻ്റെ പൊട്ടൻഷ്യൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലല്ലേ ആവുള്ളൂ. അല്ലാതെ ഈവൻ ടെക്സ്ചർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ ഡിപ്പെൻസ് ഓൺ നമ്മൾ ഹൗ വി ആർ ബോൺ വിത്ത് എന്നുള്ള അനുസരിച്ചിട്ടിരിക്കും. ഹെയർ ലോസ് എന്നുള്ള രീതിയിൽ കുറേയൊക്കെ നമുക്ക് പിന്നെയും ട്രീറ്റബിൾ ആണ്. അഗൈൻ ചില ആൾക്കാരുടെ ലെങ്ത്ത്, ഹെയർ ലെങ്ത്ത്, അതൊക്കെ ജെനറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. ഹെയർ ഡാമേജ് ഉണ്ടാവുന്ന ചില കോസസ് ഉണ്ടാവും. ലൈക്ക് അതിപ്പോൾ ഞാൻ അറിയാതെ തന്നെ ഡെയിലി ചെയ്ത് പോകുന്നുണ്ടാവും. ബട്ട് ഐ എം നോട്ട് റിയലൈസിങ് ദാറ്റ് യെസ് മൈ ഈ ഒരു പ്രാക്ടീസ് ക്യാൻ ലീഡ് ടു ഹെയർ ലോസ്. അങ്ങനെയുള്ള പ്രാക്ടീസസ് എന്തൊക്കെയാണ്? ഓക്കെ, ആദ്യം തന്നെ നനഞ്ഞ മുടി ചെയ്യുക. പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള മുടി ചെയ്യണമെങ്കിൽ ചെയ്യുക. കൂടുതൽ ഈ കേളി ഗേൾ മെത്തേഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അഗൈൻ ദേ സേ നോട്ട് ടു ഡാമേജ് ഇറ്റ്. അപ്പോൾ അത് ഫ്രിസ് കൺട്രോളിങ് എന്നുള്ള രീതിയിലൊക്കെ അത് നോക്കാം. അഗൈൻ നനഞ്ഞ മുടി പൊട്ടാൻ ചാൻസ് കൂടുതലാണ്, അത് ചെയ്യാൻ പാടില്ല. പിന്നെ ഉള്ളത് ടൈറ്റായിട്ട് ഹൈ പോണി, അത് ട്രാക്ഷൻ അലോപേഷ്യ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ബേസിക്കലി നമ്മൾ വലിക്കും തോറും ആ ഒരു ഭാഗത്ത് തിന്നാവാനുള്ള ചാൻസ് ഉണ്ട്, ആ ഭാഗത്ത് മുടി പോവും. അതൊന്ന്. കോമൺ സ്റ്റൈലിങ്ങിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ നല്ല നനഞ്ഞ മുടിയിൽ ഹീറ്റായിട്ട് ചൂടായിട്ടുള്ള ഹെയർ ഡ്രയർ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അതും ഡ്രൈനെസ് ഡാമേജ് ഉണ്ടാക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. ടൈറ്റായിട്ട് സ്ക്രഞ്ചീസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ബെറ്റർ എന്തെങ്കിലും സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചർ ലൈക്ക് സാറ്റിൻ സിൽക്ക് അങ്ങനത്തെ സ്ക്രഞ്ചീസാണ് ബെറ്റർ. അല്ലാത്ത സാധനം പൊട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. സ്പ്രിങ്ങിൻ്റെ ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് വലുതായിട്ട് ഡാമേജ് ചെയ്യാതെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എണ്ണ തേച്ച് കിടന്നുറങ്ങുക. രാത്രി ഓയിൽ ഓവർനൈറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങിയാൽ കുരുവും കൂടെ വരും അതിൻ്റെ കൂടെ. അതിനൊന്നും ഒരു കാര്യമില്ല ബേസിക്കലി ഓവർനൈറ്റ് ചെയ്യണം എന്നുള്ളത്. അതൊന്ന്. പിന്നെ ഹെയറിൻ്റെ കാര്യത്തിൽ നനഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും കിടന്നുറങ്ങുന്ന സമയത്തും ഡാമേജ് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഉണങ്ങിയതിൻ്റെ ശേഷം കിടക്കുക എന്നുള്ള രീതിയിൽ അത് നോക്കണം. ചില പഴയ നമ്മളുടെ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല, കുറേ 100 തവണ ബ്രഷ് ചെയ്തിട്ട് കിടന്നുറങ്ങാൻ പാടുള്ളൂ എന്നൊക്കെ പഴയ ഇച്ചിരി വെസ്റ്റേൺ തോട്ട്സ് ഉണ്ട്. അതൊക്കെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ലൈക്ക് ആ ഒരു കൂടുതലും ഫ്രിക്ഷൻ ഉണ്ടാക്കും തോറും കൂടുതൽ ഡാമേജ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് കൂടുതലിട്ട് ചെയ്യാതെ നോക്കുക.
ആവശ്യത്തിന് മാത്രം, അല്ലെങ്കിൽ വൈറ്റ് ടൂത്ത് കോംബ് അല്ലെങ്കിൽ ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ഇതാക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ കുറേയൊക്കെ പ്രൊട്ടക്റ്റീവ് ആണ്. പിന്നെ ഉണ്ട് നല്ല വെയിലടിക്കുന്ന സമയത്ത് സ്കാർഫ് ഇട്ട് കവർ ചെയ്യുക എന്നുള്ളതൊക്കെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഓരോരോ സംഭവങ്ങളാണ് ചെയ്യേണ്ടത്. പിന്നെ വിത്തൗട്ട് റിയലൈസിങ് നമ്മൾ എന്തിലെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചില ആൾക്കാരിങ്ങനെ തല പിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇവഞ്ച്വലി പിടിച്ച് അവിടെ മുടി പോവാം. അപ്പോൾ അതൊക്കെ വിത്തൗട്ട് റിയലൈസിങ് ചെയ്യുന്ന ഓരോ ഡാമേജാണ്. ആൻഡ് ഹെയർ ലോസ് ഉണ്ടാവേണ്ട കാരണങ്ങളൊക്കെ എന്താണ്? ഹെയർ ലോസ് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഒരു മെയിൻ കാരണമാണ്. എന്തെങ്കിലും ലൈക്ക് ഒരു ഫിസിക്കൽ സ്ട്രെസ് ആയിട്ട് വല്ല പനി, സർജറി അതൊക്കെ കൊണ്ട് ഹെയർ ലോസിലോട്ട് പോവാം. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഫിസിക്കലി എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുക, അതായത് പാർലർ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അതിൽ പ്രശ്നമായി കഴിഞ്ഞാൽ അങ്ങനെ പോവാം. ജനറ്റിക്കലി കൊഴിഞ്ഞു പോവാം. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. പിന്നെ അഗൈൻ ലൈഫ് സ്റ്റൈൽസ് ഓൾസോ മേജർ. പ്രഗ്നൻസി കണക്റ്റഡ് ടു? ഡെഫിനറ്റ്ലി പ്രഗ്നൻസി ടൈമിൽ ആക്ച്വലി ഇത് ഗ്രോത്ത് കൂടുതലായിരിക്കും, കൊഴിഞ്ഞു പോവില്ല. സോ പോസ്റ്റ് പ്രഗ്നൻസി ഒരു 2-3 മാസം കഴിയുമ്പോൾ ടീലോജൻ എഫ്ലൂവിയം എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ വരും. അതായത് ഇത്രയും നാൾ വളർന്നുകൊണ്ടിരുന്നിരുന്ന മുടി പെട്ടെന്ന് അത് നോർമലി കൊഴിഞ്ഞു പോകും. അതാണ് പോസ്റ്റ്പാർട്ടം ഹെയർ ലോസ്. അതെ അതെ അതെ. അപ്പോൾ അതൊരു നോർമൽ ആയിട്ടുള്ളൊരു കാര്യം. ഇത് തന്നെയാണ് ഇപ്പം നമുക്ക് വല്ലൊരു സിവിയർ ആയിട്ടുള്ളൊരു ഫീവർ വന്നു വെച്ചോളൂ, ഒരു കോവിഡ് കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ഡെങ്കി വന്നു എന്ന് കഴിഞ്ഞോളൂ. അപ്പോൾ ഒരു ഹൈ ഫീവർ സ്റ്റേറ്റ് ആണത്. അത് കഴിഞ്ഞ് ഒരു 2-3 മന്ത്സിന് ശേഷമായിരിക്കും നമ്മൾ ഹെയർ ലോസ് എക്സ്പീരിയൻസ് ചെയ്യുക. ഇതും ടീലോജൻ എഫ്ലൂവിയം തന്നെയാണ്. പ്രഗ്നൻസി സമയത്ത് ദേ ആർ അണ്ടർഗോയിങ് അതൊരു പ്രൊട്ടക്റ്റീവ് സ്റ്റേജും കൂടെയാണല്ലോ, ബേബീനെയും പ്രൊട്ടക്ട് ചെയ്യണം. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ ആ കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ തൽക്കാലം ഹോൾട്ട് ചെയ്തിരിക്കാം. ദെൻ ദ ലേബർ ഹാപ്പൻസ്, പ്രസവം നടക്കും. അപ്പോൾ ആ ഒരു ഫിസിക്കൽ സ്ട്രെസ് ഉണ്ടായി. അഗൈൻ ആഫ്റ്റർ ദാറ്റ് 2-3 മന്ത്സിന് ശേഷം ഹെയർ ലോസ് സ്റ്റാർട്ട് ചെയ്യും. ബട്ട് മോസ്റ്റ് ലൈക്ലി ഇത് തിരിച്ചു വരാനുള്ള ചാൻസ് കൂടുതലാണ്. നോർമലായിട്ട് തിരിച്ചു വളരും. ഫോർ എവറിത്തിങ് നമ്മുടെ ഡയറ്റ് പ്ലേസ് എ റോൾ അല്ലേ? നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക് ഫുഡ് നമ്മുടെ ഹെയറിന് വേണ്ടി? യെസ്. മെയിൻലി പ്രോട്ടീൻ ഇൻടേക്ക് ആണ് മെയിനായിട്ട്. ഹെയർ എന്ന് പറഞ്ഞാൽ കെരറ്റിൻ ആണ്. കെരറ്റിൻ തന്നെ അത് പ്രോട്ടീൻ. അപ്പോൾ ആ പ്രോട്ടീൻ ഇൻടേക്ക് പ്രോപ്പർലി ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ മേജർ സംഭവമായി. അതിൻ്റെ പുറമെ മൾട്ടി വിറ്റമിൻ മിനറൽസ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ വിറ്റമിൻസ് നോക്കുകയാണെങ്കിൽ ക്യാരറ്റ്സ്, ലൈക്ക് യെല്ലോ ഓറഞ്ച് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതൊക്കെ ക്യാരറ്റ്സ്, പംകിൻ, ആ വക കാര്യങ്ങളൊക്കെ. ഈവൻ എഗ്സ് എല്ലാം വരും. പിന്നെ വൈറ്റമിൻ ഡി ഒരു മേജർ ഡെഫിഷ്യൻസിയാണ് നമ്മുടെ നാട്ടിൽ. ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ട്. അതും ഫുഡിലും കിട്ടും. വെയിൽ മാത്രമല്ല, ലൈക്ക് സൺലൈറ്റിൽ നിന്ന് മാത്രമല്ല ഫുഡിൽ നിന്നും കിട്ടും. അതിൽ എനിക്ക് തോന്നുന്നു ഫിഷ്, അങ്ങനത്തെ എഗ്ഗ്, ഇതിൽ നിന്നൊക്കെ അതും കിട്ടാറുണ്ട്. പിന്നെ വെൻ ഇറ്റ് കംസ് ടു ബയോട്ടിൻ, അത് കുറേ നട്ട്സ് എന്നും കാര്യങ്ങളിൽ നിന്ന് വരും. സിങ്കും അതേപോലെ തന്നെ നട്ട്സ് എന്നൊക്കെ കിട്ടും. അയൺ ഡെഫിഷ്യൻസി ക്യാൻ കോസ് ഹെയർ ലോസ്. അപ്പോൾ അയൺ കൂടുതലായിട്ടുള്ള ഡേറ്റ്സ്, ചീര, അങ്ങനത്തെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ആ വക കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഈ ഒരു കുറേയൊക്കെ നമുക്ക് ആ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഇല്ലാതെ റെഗുലർ ഡയറ്റിലൂടെ തന്നെ ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടും. ഇന്നത്തെ നമ്മുടെ ഒരു ബിസി ലൈഫിൽ സ്ട്രെസ് ഇസ് എ വെരി കോമൺ കൺസേൺ. ആൻഡ് ഈ സ്ട്രെസ്സിനും ഹെയർ ലോസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും? ബന്ധമുണ്ട്. സ്ട്രെസ്സ് എല്ലാത്തിലും പ്രോബ്ലം ആണ്. ലൈക്ക് ഓവറോൾ സ്കിന്നാണെന്നുണ്ടെങ്കിലും ഹെയറിലാണ് ഹെയർ ലോസ് ഉണ്ടാകും. ആ ഹെയർ ലോസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ട് സ്ട്രെസ്സായിട്ട് വീണ്ടും ഇറ്റ്സ് ലൈക്ക് ഒരു സൈക്കിൾ. അങ്ങനെ ഉണ്ട്. ഇപ്പം നമുക്കൊരു ഹെയർ കെയർ റുട്ടീനിലേക്ക് വരുമ്പം ഓയിൽ മസാജ് ചെയ്യുന്നു, ഷാംപൂ, കണ്ടീഷനിങ്, ഇതൊക്കെ ഒരു എന്ത് ചെയ്യണം എന്ന് എക്സാക്ട്ലി അറിയാതെ നമ്മൾ തന്നെ ചെയ്യണ ഒരു പാറ്റേൺ ഉണ്ടാവും. അതല്ലാതെ എനിക്കൊരു ഐഡിയൽ ഹെയർ കെയർ റുട്ടീൻ ഒന്ന് ശ്രീലക്ഷ്മിക്ക് ഒരു എനിക്ക് വേണ്ടി. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ കോമൺലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഷാംപൂ ചെയ്യണം. ഓക്കെ, ഷാംപൂ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിലത്തെ സ്കിന്നുണ്ടല്ലോ അതിനെ പ്രോപ്പർലി ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്കാൽപ്പിൽ ഷാംപൂ ഇടുകയാണെന്നെങ്കിൽ തന്നെ ഇത്തിരി ഒന്നൊരു കോയിൻ സൈസ്റ്റോ മറ്റേ ഷാംപൂ എടുത്തിട്ട് അത് ഇത്തിരി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്കാൽപ്പിലാണ് നല്ലോണം തേച്ച് പതിപ്പിക്കേണ്ടത്. പിന്നെ ഇവൻച്വലി നമ്മൾ വെള്ളം ഇടുന്ന സമയത്ത് അത് മുടിയിലൂടെ പോകുമ്പോൾ അത്ര മതി മുടീനെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഈ ഷാംപൂ എടുത്ത് മൊത്തത്തിലിട്ട് പതിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ബേസിക്കലി ഷാംപൂ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ ഉടനെ മസ്റ്റായിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യണം. ഇറ്റ്സ് എ മോയ്സ്ചറൈസർ ഫോർ ഹെയർ. അപ്പോൾ ഇത്രയും ഓയിലും എല്ലാം സ്ട്രിപ്പ് ചെയ്ത് പോയതിനെ വീണ്ടും ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടീഷണർ കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. സോ ആ ഒരു മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ പറ്റും.
അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇഫ് യു വാണ്ട് വൺസ് ഇൻ എ വീക്ക് ഓർ സംതിങ് ഡീപ്പ് കണ്ടീഷനിങ് മാസ്ക് ഒക്കെ അവൈലബിൾ ആണ്. അത്രയും ഭയങ്കരമായിട്ട് ഫ്രിസി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത് ഹെൽപ്ഫുൾ ആണ്. അപ്പം അതും കൂടെ ചെയ്താൽ വെൽ മോയ്സ്ചേർഡ് ആയിട്ട് ഇരിക്കും. അഗൈൻ കേളി ഗേൾ മെത്തേഡ് നമ്മൾ കുറേ ആൾക്കാർക്ക് അത് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇത്തിരി നാച്ചുറൽ ബേസ്ഡ് ജെൽസും യൂസ് ചെയ്യുന്നത്. ജെല്ല് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഹെയറിലാണ്, അത് കൂടുതലും ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഐ വുഡ് സേ ദാറ്റ് ഇസ് ലൈക്ക് ഒരു സേഫ് ഹെയർ സ്റ്റൈൽ. ഇൻ യുവർ കേസ് ഓക്കെ യു ഹാവ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് കേളി ഹെയർ, അതുകൊണ്ട് പറഞ്ഞു. അല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡീപ്പ് കണ്ടീഷനിങ് വൺസ് ഇൻ എ വീക്ക്, ബാക്കിയുള്ള റെഗുലർ ആയിട്ട് മുടി കഴുകിയാലും ലൈക്ക് ഷാംപൂ യൂസ് ചെയ്യാതെ വെറുതെ വെള്ളം കൊണ്ട് കഴുകിയാലും കണ്ടീഷണർ ഇടണം. ആൻഡ് വെൻ യു യൂസ് കണ്ടീഷണർ സ്കാൽപ്പ് തൊടരുത്, ഒരു കുറച്ച് ഇഞ്ചസ് വിട്ടിട്ട് വേണം കണ്ടീഷണർ യൂസ് ചെയ്യാൻ. പിന്നെ ഓയിലിംഗ് ചെയ്യണം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എണ്ണയൊക്കെ തേച്ചിട്ടാണല്ലോ ചെറുപ്പത്തിലേ വളർന്നിട്ടുള്ളത്. അപ്പോൾ ഓയിലിംഗ് ചെയ്യണേന് തെറ്റൊന്നുമില്ല, പക്ഷെ അത് കഴുകി കളയണം എന്നേ ഉള്ളൂ. കഴുകി കളഞ്ഞിട്ട് മോയ്സ്ചറൈസറായി കണ്ടീഷണർ ഇടുകയാണ് ഏറ്റവും ബെസ്റ്റ്. തേക്കുമ്പോൾ നല്ലതാണ്, ലൈക്ക് ആ ഒരു നല്ലൊരു മസാജും കൂടെ കിട്ടുമ്പോൾ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ വരും. പക്ഷെ ഒരു കാരണവശാലും ഡാൻഡ്രഫ് ഉള്ള ആൾക്കാർ അധികം ഓയിൽ ഇടരുത്, ഡാൻഡ്രഫിനെ കൂട്ടാൻ ചാൻസ് ഉണ്ട്. സോ നമ്മുടെ റുട്ടീനായിട്ട് ചെയ്തു പോണേന് വലിയ തെറ്റൊന്നുമില്ല. ഓക്കെ, ഡാൻഡ്രഫ്. ഓക്കെ, സോ ഡാൻഡ്രഫ് ബേസിക്കലി ഒരു ഫംഗസ് ആണ്, നമ്മുടെ ബോഡിയിൽ തന്നെ ജീവിക്കുന്ന ഒരു ഫംഗസ് ആണ്. ഓക്കെ, പല ടൈപ്പും ഉണ്ട് അത്. അതിൻ്റെ ഒരു പ്രവർത്തനം കൂടും വെൻ ഇറ്റ് കംസ് ടു നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് കാരണം ഉണ്ടാക്കുന്ന ലൈക്ക് സ്ട്രെസ്സ് കാരണം ചിലപ്പോൾ നമുക്ക് ഈ ഓയിൽ ഗ്ലാൻസിൻ്റെ പ്രൊഡക്ഷൻ കൂടാം. അപ്പോൾ ഈ ഫംഗസ് ആ ഒരു ഭാഗത്ത് കോളനൈസ് ചെയ്യും, ലോക്കലായിട്ടുള്ള ആ ഒരു ഭാഗത്ത് അല്ല സ്കിൻ ഇറിറ്റേറ്റ് ചെയ്യും. അതാണ് ഫ്ലേക്കി ആയിട്ട് വരുന്നത്. സോ മെയിൻ കോസ് ഓഫ് ഡാൻഡ്രഫ് ഇസ് ബേസിക്കലി ദാറ്റ് ഫംഗസ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂസ് ഒക്കെ യൂസ് ചെയ്യാൻ പറയുന്നത്. ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂവിൽ മോസ്റ്റ് ലൈക്ലി ആൻറ്റി ഫംഗൽ ഏജൻസ് ആയിരിക്കും ഉണ്ടാവുക. അത് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ലൈക്ക് ഡാൻഡ്രഫ് ഒരു ഡിസീസാണ് എന്ന് പറയുന്നത് ഒരു ഇതല്ല, നമ്മൾ കംപ്ലീറ്റ്ലി ക്യൂറബിൾ. ഫസ്റ്റ് ഓഫ് ഓൾ നോട്ട് എ ഡിസീസ്, കാരണം നമ്മുടെ ഒരു പാർട്ട് ഓഫ് ലൈഫാണത്. ആ ഒരു കമൻസാൽ എന്ന് പറയും, നമ്മുടെ ബോഡിയിൽ തന്നെ കുറേ ബാക്ടീരിയാസ് ഫംഗസ് ഒക്കെ ജീവിക്കുന്നില്ലേ, അതേപോലെ തന്നെയാണ് ആ ഒരു സാധനം. പക്ഷെ നമ്മുടെ ഈ ഓയിൽ പ്രൊഡക്ഷൻ കാരണമാണ് കൂടുതലായിട്ട് അതിനെ ആ ഒരു എൻവയോൺമെൻറ്റൽ മില്യൂ ഒരു പ്രോബ്ലം വരുത്തുമ്പോൾ ഡാൻഡ്രഫ് കൂടും. ഷാംപൂ യൂസ് ചെയ്യുന്നതും കണ്ടീഷനിങ് ഒക്കെ നമ്മൾ എത്ര ഫ്രീക്വൻസിലേക്ക്, ഹൗ ഓഫൻ ഷുഡ് വി ഡു ദാറ്റ്? ഓക്കെ, അത് അഗൈൻ നമ്മളുടെ ഓയിൽ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ടിരിക്കും. ഇപ്പോൾ വല്ലാതെ ഓയിലി ആയിട്ടുള്ളൊരു സ്കാൽപ്പാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സ് ഷാംപൂ ചെയ്യേണ്ടി വരും. എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ ഡെയിലി ഷാംപൂ ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് സ്റ്റിൽ അത്രയും ഓയിലി ആണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൊല്യൂഷൻ ആയി ചളിയായി അങ്ങനെയൊക്കെയുള്ള രീതിയിലാണെങ്കിൽ നാച്ചുറലി നമുക്ക് കഴുകിയേ പറ്റുള്ളൂ, കാരണം ആ സ്കിൻ ക്ലീൻ ആക്കി വെക്കണം. അപ്പോൾ മൈൽഡർ ആയിട്ടുള്ള ഷാംപൂസ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. പക്ഷെ ഇൻ ജനറൽ മേ ബി ഓൾട്ടർനേറ്റ് വൺസ് ഇൻ ഒരു ത്രൈസ് വീക്ക്ലി അല്ലെങ്കിൽ ട്വൈസ് വീക്ക്ലി ഷാംപൂ ഇട്ടിട്ട് കഴുകിയാൽ മതി. ബാക്കിയുള്ള ടൈം ഇപ്പോൾ വലുതായിട്ട് ഈ ഓയിൽ പ്രൊഡക്ഷനോ പൊല്യൂഷനോ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളം കൊണ്ട് കഴുകിയാലും മതി. ബട്ട് യൂസ് എ കണ്ടീഷണർ ആഫ്റ്റർ ദാറ്റ്, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ വളരെ ഡ്രൈ ആയിട്ടാണ് ചില ആൾക്കാർ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്താലും മതി എന്നുള്ള രീതിയിലുള്ള സ്കാൽപ്പും ഉണ്ടോ. പക്ഷെ അത്രയും മെസ്സി ആവില്ല എന്നാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, ഈ സ്കാൽപ്പിൽ ഒരു നാച്ചുറൽ ഓയിൽ ബാലൻസ് ഉണ്ടാവില്ല. ഇപ്പം നമ്മളിപ്പം ഹെയർ വാഷ് ചെയ്യുന്നതിന്റെ ഒരു ഫ്രീക്വൻസി അത് ഈ നാച്ചുറൽ ഓയിൽ ബാലൻസിനെ എഫക്ട് ചെയ്യും. അപ്പോൾ ഭയങ്കരമായിട്ട് സ്കിൻ അവിടുത്തെ സ്കിൻ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണല്ലോ ആ ഒരു ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ കൂടുതലായിട്ട് വാഷ് ചെയ്തുകൊണ്ടിരുന്നാൽ ബോഡി വിചാരിക്കുമോ അവിടെ തീരെ എണ്ണയില്ല, അപ്പോൾ നമുക്ക് കൂടുതൽ എണ്ണ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓയിൽനെസ് കൂടാനും ചാൻസ് ഉണ്ട്. സോ അതാണ് ഒരു ആവറേജ് ആയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം. ഇതെല്ലാം ഒരു ബാലൻസ് ഉണ്ടാവും. ഒരു ദിവസം നമുക്ക് എത്ര തവണ ഹെയർ വാഷ് ചെയ്യാം? ഒരു തവണ ഡിപ്പെൻഡ്, നമ്മൾ നല്ലോണം സ്വെറ്റ് ചെയ്തോന്ന് വെച്ചോളൂ. ചിലപ്പോൾ ഒന്ന് കുളിക്കാൻ തോന്നും, കുളിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ അഗൈൻ വല്ലാതെ ഒരു രാവിലെയും രാത്രിയും ഒക്കെ കുളിക്കുന്നത്, ഡെയിലി കുളിക്കുന്നത് ചിലപ്പോൾ ഇത്തിരി ഡാമേജിങ് ആണ്. അതും ഷാംപൂ ഒക്കെ യൂസ് ചെയ്തിട്ട് കുളിക്കുന്നത് ഇത്തിരി പ്രോബ്ലമാറ്റിക് ആണ്. ബട്ട് സ്റ്റിൽ നല്ലോണം വേർത്തു എന്ന് വെച്ചാൽ നമുക്ക് സ്കാൽപ്പ് കുളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇറ്റ്സ് ഓക്കെ, ബട്ട് മേക്ക് ഷുവർ ഇറ്റ്സ് ലൈക്ക് യു നോട്ട് ഡൂയിങ് ഇറ്റ് വെരി ഓഫൻ. ഹെയറിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയൊരു വില്ലൻ നമ്മുടെ ഹെയറിൽ കൂടെ ഇങ്ങനെ നടന്നു പോണ ലൈസ് പെയിൻ അല്ലേ? അപ്പൊ ഈ പെയിന് കൂടുതലായിട്ടും സ്കൂൾ ഗോയിങ് കുട്ടികളുടെ കാണാൻ പറ്റുന്നത്, ഗേൾസിന് എസ്പെഷ്യലി. യെസ്, ഈവൻ ബോയ്സിനും ഉണ്ട്. ഒബ്വിയസ്ലി അവർ അടുത്തടുത്ത് ഇരിക്കുന്ന സമയത്ത് എന്തായാലും. സോ
സോ എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ അത് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്? ഒന്ന് എനിക്ക് തോന്നുന്നു കുട്ടികൾ ചെയ്യാൻ സമ്മതിക്കില്ല, അത് കോംബ് ചെയ്യാൻ അവർ സമ്മതിക്കില്ല. പിന്നെ ഒരാളുടെ കോംബ് ചെയ്താലും വേറൊരാളുടെ അടുത്തുനിന്ന് ഈസിലി കിട്ടും. അപ്പം ആ ഒരു ഏജ് ഗ്രൂപ്പിൽ കോമൺലി കാണുന്നത് അതുകൊണ്ടല്ല, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് അത് ട്രീറ്റ് ചെയ്തിട്ട് പോകണം. പക്ഷെ ഇറ്റ്സ് ഇമ്പോസിബിൾ. എന്തായാലും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കളിച്ചിട്ട് എന്തായാലും പെയിന് സ്പ്രെഡ് ആവും. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പർലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അഗൈൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് പോവും, പക്ഷെ വീണ്ടും കോണ്ടാക്ട് വരും. യെസ്, ഇപ്പൊ ട്രീറ്റ്മെന്റിലേക്ക് വരാതെ തന്നെ മെഡിക്കൽ സ്റ്റോഴ്സിൽ ഇഷ്ടംപോലെ ഇതിനുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ്. അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഈ ലൈസ് ഒക്കെ കംപ്ലീറ്റ്ലി പോണ പോലെ. ആൻഡ് അതിലും എത്രത്തോളം സേഫ്റ്റി ഉണ്ട്, കാരണം ഒരുപാട് ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ അതെ അതെ, ചില മെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഉണ്ട്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെർമിത്തിൽ എന്നൊക്കെ പറയും, അതൊക്കെ സേഫാണ്. ഒരു 2 മാസം പ്രായത്തിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ള കുട്ടികൾക്കൊക്കെ അത്ര ആ ഏജിൽ നമ്മൾ യൂസ് ചെയ്യില്ല, ബട്ട് സ്റ്റിൽ ആ ഒരു സ്കൂൾ ഗോയിങ് ഏജ് ഗ്രൂപ്പിലൊക്കെ സേഫാണ്, കുഴപ്പമില്ല. ഓൺലി തിങ് ഇസ് ദാറ്റ് ആദ്യം യൂസ് ചെയ്യുക, പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ യൂസ് ചെയ്യുക. ഈ ഈരൊക്കെ ഉണ്ടല്ലോ, ആ നെറ്റ്സ്, അത് വളർന്ന് വീണ്ടും കുഞ്ഞി പേനായി മാറും, അതിനെയും കൂടെ കൊല്ലുക എന്നുള്ള രീതിയിൽ. പിന്നെ റെഗുലർലി ആദ്യം വരാതെ നോക്കണം, അത് വീട്ടുകാരുടെ പണിയാണ്. കമ്മിങ് ടു ഹെയർ ട്രീറ്റ്മെന്റ്സ്, ഒരുപാട് അറ്റ് ഹോം സ്കാൽപ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അല്ലേ? അത് റിയലി എഫക്റ്റീവ്? ഐ ഡോണ്ട് തിങ്ക് സോ. ബേസിക്കലി അത് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചത് ഈ തൈര്, മുട്ട, അതൊക്കെയല്ലേ. അത് ഒന്നും ആ ഒരു നറിഷിങ് എന്നുള്ള രീതിയിൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വിൽ ബി ബെനിഫിഷ്യൽ. കഴിക്കണേന് കുഴപ്പമില്ല, ദാറ്റ് വിൽ ബി മോർ ബെനിഫിഷ്യൽ ഫോർ ദ ഹെയർ. ഓക്കെ, ഇൻടേക്ക് ആണ് എപ്പോഴും. ഫുഡ് ഷുഡ് ബി ടേക്കൺ ഇൻ. പുറത്ത് തേച്ചിട്ട് വലിയ കാര്യമില്ല. ജസ്റ്റ് ലൈക്ക് നമ്മൾ ലെമൺ സ്കിന്നിൽ തേക്കുന്ന പോലെ അത് തേച്ചിട്ട് കാര്യമില്ല. ഹീറ്റ് സ്റ്റൈലിംഗ് അല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ നമ്മളെ ഹെയറിന് ഡാമേജ് ചെയ്തു, സപ്പോസ് ഹെയർ ഇസ് ഓൾറെഡി ഡാമേജ്ഡ്, അതിന് തിരിച്ച് വീണ്ടും റിപ്പയർ ചെയ്യാൻ പറ്റും? മോസ്റ്റ് ലൈക്ലി ഇല്ല. കാരണം ഓൾറെഡി ഇപ്പോൾ ഡാമേജ്ഡ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ അത് കൊഴിഞ്ഞ് പോയി, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ ഹെയർ വരുന്നതാണ് എപ്പോഴും ബെറ്റർ. അല്ലാതെ അത് കംപ്ലീറ്റ്ലി ഓൾറെഡി ഡാമേജ് ആണെങ്കിൽ റിവൈവ് ചെയ്ത് വരാൻ ഭയങ്കര പാടാണ്. ഓക്കെ, ഹൗ അബൌട്ട് കെരട്ടിൻ ട്രീറ്റ്മെന്റ്സ്? ഹെയർ കെരട്ടിനൊക്കെ അല്ലേ? സോ ഇൻ ജനറൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പല പ്രൊസീജിയേഴ്സ്, എസ്പെഷ്യലി സ്മൂത്തനിങ്, സ്ട്രൈറ്റനിങ് ഒക്കെ ഡാമേജിങ് ആണ്. ബേസിക്കലി നമുക്കൊരു ഡൈസൾഫൈഡ് ബോണ്ട് ഉണ്ട്, 2 സൾഫർ തമ്മിലുള്ള ഒരു ബോണ്ട്. ആ ബോണ്ട് ബ്രേക്ക് ആകുമ്പോഴാണ് നമ്മുടെ ടെക്സ്ചർ മാറുന്നത്. അപ്പോൾ ഒരു കേളി ഹെയർ എന്നുള്ളതാണ് ഇത് സ്ട്രൈറ്റ് ആവുന്നത്. സോ ഇറ്റ് ഡസ് കോസ് എ ലോട്ട് ഓഫ് ഡാമേജ് ടു ദാറ്റ് പെർട്ടിക്കുലർ ഹെയർ സ്ട്രാൻഡ് ഓൾസോ. ആൻഡ് മറ്റുള്ള കുറേ വേറെ പുതിയ കുറേ കാര്യങ്ങളുണ്ട്, നാനോപ്ലാസ്റ്റി, സിസ്റ്റീൻ, ബോട്ടോക്സ് എന്നൊക്കെ വെച്ചിട്ടുള്ള കുറേ പുതിയ കാര്യങ്ങളുണ്ട്. അതിലാണെന്നുണ്ടെങ്കിലും ദോസ് ഇൻഗ്രീഡിയൻസ് കണ്ടെയ്ൻ സംതിങ് കോൾഡ് ഗ്ലാക്സിലേറ്റ്. അപ്പം ആ ഒരു കാര്യം ആണ് ഒരു ഫോർമാൽഡിഹൈഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഫോർമാലിൻ്റെ ഒരു പ്രീക്കഴ്സറാണ് ഈ സാധനം. സോ ഇൻ എ വേ ഇറ്റ് കോസസ് ഡാമേജ് ടു ദ പേഴ്സൺ ഹൂസ് ഡൂയിങ് ഇറ്റ്. പാർലർ പേഴ്സണലിനാണ് മെയിനായിട്ട് ഇഷ്യൂ ഉണ്ടാവുക. ഓഫ് കോഴ്സ് ഇറ്റ് കോസ് ഡാമേജ് ടു ദ ഹെയർ ആസ് വെൽ. ബട്ട് ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വക പ്രൊസീജിയേഴ്സ് ഒന്നും അത്ര നല്ലതല്ല. പിന്നെയും കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഈ ഒരു ബൊട്ടോക്സ്, ഹെയർ ബൊട്ടോക്സ്, ഓക്കെ, അങ്ങനത്തെ ഉള്ളത് കാര്യമാണെങ്കിൽ പിന്നെയും ഭേദമാണെന്നേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഓവറോൾ ഇറ്റ്സ് ബാഡ്. ഏതാണ് ബാഡിന് വേഴ്സ് എന്നുള്ളൊരു കാറ്റഗറി വേണമെങ്കിൽ കൊടുക്കാം എന്നുള്ളതേ ഉള്ളൂ. ഹെയർ കളറിങ് ഇറ്റ്സ് എ ട്രെൻഡ്, ലൈക്ക് എല്ലാരും ഓൾമോസ്റ്റ് എവരിബഡി ഞാൻ ചെയ്തിട്ടുണ്ട്, പോയതാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ ഹെയറിന് എത്രത്തോളം ഡാമേജ് ഉണ്ട്? ഓക്കെ, ഒന്ന് ബ്ലീച്ച് യൂസ് ചെയ്തിട്ട് ഡൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബി വെരി പോറസ്, അത് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫാൻസി കളേഴ്സ് ഒക്കെ വേണമെങ്കിൽ ബ്ലീച്ച് വേണ്ടി വരും. അപ്പോൾ ഡെഫിനറ്റ്ലി വിൽ കോസ് ഡാമേജ്. പിന്നെ കുറച്ച് ആ ബ്ലീച്ച് കുറച്ചായിട്ടുള്ളതാണ്, വലിയ കളറൊന്നും വരില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു കോസ് ലോട്ട് ഓഫ് ഡാമേജ് ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ബ്ലീച്ച്ഡ് ഹെയർ. അത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ്. ഈ പറഞ്ഞ പോലെ കണ്ടീഷനിങ് കാര്യങ്ങളൊക്കെ ചെയ്താൽ കുഴപ്പമില്ല. ഇറ്റ്സ് ഓൾറെഡി ആസ് ലോങ് ആസ് ഇറ്റ്സ് നോട്ട് ടച്ചിങ് സ്കാൽപ്പ് കുഴപ്പമില്ല. ഇറ്റ്സ് ഓൾറെഡി ഈ ഒരു ഭാഗത്തല്ലേ, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. കൂടി പോയാൽ കട്ട് ചെയ്ത് കളയാം. ഹെയർ പ്രോഡക്ട്സിലൊക്കെ നമുക്ക് സൾഫേറ്റ് ഫ്രീ പ്രോഡക്ട്സ് അല്ലെങ്കിൽ പാരബൻ ഫ്രീ പ്രോഡക്ട്സ് കാണും. ആക്ച്വലി അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഹെയറിന് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ്. സൾഫേറ്റഡ് ഡിറ്റർജൻറ്റ്, അതായത് ആ ഷാംപൂ എന്ന് വെച്ചാൽ ക്ലീൻ ആയിട്ട് പോവും. ലൈക്ക് കുറേ ബിൽഡപ്പോ എന്തെങ്കിലുമൊക്കെ ക്രീം തേച്ചിട്ടുള്ള ഹെയർ ആണ് അല്ലെങ്കിൽ സ്കാൽപ്പ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സാധനമൊക്കെ കംപ്ലീറ്റ്ലി പോകണമെങ്കിൽ സൾഫേറ്റഡ് ഡിറ്റർജൻറ്റ്സ് തന്നെ വേണം.
സോ അത് കംപ്ലീറ്റ്ലി ബാഡ് ആണോ ചോദിച്ചാൽ ഓഫ് കോഴ്സ് അല്ല. ആവശ്യമുള്ള സമയത്ത് അങ്ങനെ തന്നെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്താലേ അത്രയും ക്ലീൻ ആയിട്ട് കിട്ടുള്ളൂ. വേറെ ആൻഡ് പാരബൻസ് ഒരു പ്രിസർവേറ്റീവ് എന്നുള്ള രീതിയിലാണ്. സോ അതിൻ്റെ ഒരു ട്രെൻഡ് വന്നത് ഐ തിങ്ക് അത് കോസ്റ്റ് ക്യാൻസർ എന്നുള്ളൊരു ഇതൊക്കെ വന്നു. പക്ഷെ ദാറ്റ് മച്ച് ഓഫ് എ ലെവൽ ഓഫ് പാരബൻസ് ആർ നോട്ട് ദയർ ഇൻ മോസ്റ്റ് ഓഫ് ദ ഇൻഗ്രീഡിയൻസ്. ആൻഡ് ഓൾസോ അതും ഒരു മാർക്കറ്റിംഗ് തിങ് ആയിട്ടാണ് ഞാൻ കേട്ടത്. പാരബൻ ഫ്രീ എന്നുള്ള ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്കായിട്ടാണ് അത് മാറിയുള്ളത്. സോ ഫാർ അത്രയും വലിയ പ്രോബ്ലംസ് അത് ഉണ്ടാക്കിയിട്ടില്ല. ദർ ആർ ഓപ്ഷൻസ് വൈ യു ഡോണ്ട് ഹാവ് ടു യൂസ് ഓൾസോ. But sulfate is an entire different thing. That is not a bad thing. Okay, നമ്മൾ ഹെയർ ജെൽ, ഹെയർ സിറംസ്, ആ ഹെയർ ജെൽ അഗൈൻ സ്കാൽപ്പിൽ തൊടാതെ നോക്കി, ഹെയറിലാണെന്നുണ്ടെങ്കിൽ ലൈക്ക് വെൽ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് കണ്ടീഷൻഡ് ആയിട്ടുള്ള ഹെയറിലാണെന്നുണ്ടെങ്കിൽ ആ ഹെയർ ജെല്ല് തേച്ച് ലോക്ക് ചെയ്യണേന് ഇറ്റ്സ് ഗുഡ്. ബേസിക്കലി ആ മോയ്സ്ചർ പുറത്തോട്ട് പോവില്ല, അതിൽ തന്നെ വെൽ നറിഷ്ഡ് ആയിട്ടിരിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല. ഹെയർ സ്കാൽപ്പിൽ തൊടണ്ട എന്നുള്ളതേ ഉള്ളൂ. ഹെയർ സീറംസ് ആണെന്നുണ്ടെങ്കിലും ചിലതൊക്കെ ഗ്രോത്ത് എൻഹാൻസ് ചെയ്യേണ്ട സീറംസ് ഉണ്ട്. മെഡിക്കേറ്റഡ് ആയിട്ടുള്ള മരുന്നുകളായിട്ട് തന്നെ സീറം, ബേസിക്കലി സീറം എന്ന് വെച്ചാൽ ആ ഒരു കൺസിസ്റ്റൻസി എന്നുള്ള രീതിയിലുള്ളൂ. അങ്ങനത്തെ മരുന്നാണെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിൽ തേക്കേണ്ടതാണ്. വേറെ സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള കുറേ കമേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അത് ഹെയറിന് സ്മൂത്ത് അപ്പിയറൻസ്, ഒരു ഷൈനി ടെക്സ്ചർ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ദാറ്റ് ഇസ് ദ ഡിഫറൻറ്റ്. സീറംസ് ഇൻ ജനറൽ ചോദിക്കുകയാണെങ്കിൽ പറയാം. ഇനി നമ്മളെ ഹെയറിൽ സീസണലി കുറെ ചേഞ്ചസ് വരാറുണ്ട്. വരും. ഫസ്റ്റ് ഓഫ് ഓൾ ദ സമ്മർ സൺ. സമ്മറിൽ ഒരിക്കലും എൻ്റെ ഒരു ഹെയർ ടൈപ്പ് ഒക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് കേളി ആണെങ്കിൽ സമ്മർ സീസണിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു മാനേജ്. ഓക്കെ, ഹെയർ അഗൈൻ വെയിലടിക്കുന്ന സമയത്ത് അതിനും ഡാമേജ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ദ ഹാർഷർ ദ സൺ എക്സ്പോഷർ ഇസ് മോർ ഡാമേജ് ഇറ്റ്സ് ഗോയിങ് ടു കോസ്. പിന്നെ അഗൈൻ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഡ്രൈനെസ് കാരണമുള്ള ഫ്രിസിനെസ്, അതൊക്കെ ഇഷ്യൂ ആയിട്ട് വരാം ആ ഒരു ടൈമിൽ. സോ അതിനെങ്ങനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും? സമ്മർ ദർ ആർ സീറംസ് ടു പ്രൊട്ടക്ട് ഹെയർ. സണ്ണിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യേണ്ട സീറംസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ചില ലൈക്ക് സ്പ്രേ സൺസ്ക്രീൻസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ കവർ ചെയ്യുക, ഹാറ്റ്, ദുപ്പട്ട ഇതൊക്കെ വെച്ചിട്ട് കവർ ചെയ്താൽ അത്രയും പ്രൊട്ടക്ഷൻ കിട്ടും. ഓക്കെ, ഇപ്പൊ മോൺസൂൺ സീസണിലാണെങ്കിൽ കൂടുതൽ ഹ്യൂമിഡിറ്റി, ആ ഒരു കണ്ടീഷൻ. സോ മൈ ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക് ഓരോ സീസണൽ ചേഞ്ചസിനനുസരിച്ചിട്ടും നമ്മുടെ ഹെയർ കെയർ റുട്ടീൻസിൽ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ടോ? നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നമില്ല. ലൈക്ക് ആസ് ഇൻ കേരളത്തിൽ വലിയ പ്രോബ്ലം ഇല്ല, എക്സ്ട്രീം അല്ലാത്തതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ല. ഹ്യൂമിഡിറ്റി വരുന്ന സമയത്ത് ഇത്തിരി എക്സ്ട്രാ ആയിട്ട് ആ ഫ്രിസ് വരും എന്നുള്ളത്. അഗൈൻ കണ്ടീഷണർ ഇട്ടാൽ അത് ശരിയാവുന്നതേ ഉള്ളൂ. സമ്മർ സീസണിൽ അഗൈൻ വേർത്ത് കഴിഞ്ഞാൽ ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതാണ്. പിന്നെ വിന്റേഴ്സ് വി ഡോണ്ട് ഹാവ് മച്ച് നോ. സോ ഹാഷ് വിന്റർ വരുമ്പോൾ അഗൈൻ അങ്ങനത്തെ ഒരു ക്ലൈമറ്റിൽ കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അഗൈൻ കവർ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് നല്ലോണം വെൽ കണ്ടീഷൻഡ് ആക്കി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ലൈക്ക് ഫ്രീക്വൻസി ഓഫ് ഹെയർ വാഷസ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നാച്ചുറലി അങ്ങനെ കുറേ ലെസ് ഫ്രീക്വൻ്റ്ലി അല്ലേ കഴുകുള്ളൂ. അതും കുറേയൊക്കെ ഹെൽപ്ഫുൾ ആണ്. സ്വിമ്മിംഗ് പൂളൊക്കെ ആക്സസ് ചെയ്യുന്ന ഒരാൾക്ക് ഡെഫിനറ്റ്ലി അതിലുള്ള ക്ലോറിൻ വാട്ടറും ആയിട്ടുള്ള ഒരു എക്സ്പോഷർ ഉണ്ടാവും ഹെയറിനെ സംബന്ധിച്ച്. സോ എങ്ങനെ അത് പ്രിവെൻറ്റ് ചെയ്യാം? ഒരു പരിധി വരെ അഗൈൻ ക്ലോറിൻ എക്സ്പോഷർ കാരണം ഡാമേജ് എന്തായാലും ഉണ്ടാവും. ബട്ട് നമുക്ക് കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ പൂളിൽ ഇറങ്ങണതിൻ്റെ മുമ്പേ മുടി കഴുകിയിട്ട് ഇറങ്ങണം എന്ന് പറയില്ല. ഇറ്റ്സ് ബേസിക്കലി നമ്മൾ ആദ്യം ഈ ഹെയർ വെറ്റാക്കിയാൽ വേറെ ക്ലോറിനേറ്റഡ് വാട്ടർ അബ്സോർപ്ഷൻ കുറയും. ഓൾറെഡി വെറ്റായിരിക്കുന്ന ഹെയറിൽ ആ ഒരു വാട്ടർ എക്സ്പോഷർ കുറയും. പിന്നെ പൂളിൽ ഇറങ്ങണതിൻ്റെ മുമ്പ് ഇത്തിരി ഓയിൽ ചെയ്യുക, വല്ലാതെ എണ്ണ തേച്ച് ഇതാക്കുകയല്ല, എന്നാലും ഇത്തിരി ഓയിൽ ചെയ്താൽ ഒരു ബാരിയർ ഉണ്ടാവും. അപ്പോൾ അഗൈൻ ക്ലോറിൻ എക്സ്പോഷർ കുറവാകും. ആൻഡ് വൺസ് യു ആർ ഔട്ട് ലൈക്ക് ക്യാപ്പ് വെക്കുക, ദാറ്റ് വിൽ ഓൾസോ ഹെൽപ്പ്. പിന്നെ വൺസ് യു ആർ ഔട്ട് ഓഫ് ദ പൂൾ അഗൈൻ അത് അപ്പം തന്നെ വാഷ് ചെയ്ത് കളയണം. ബെറ്റർ ടു യൂസ് എ മൈൽഡ് ഷാംപൂ ഓർ സംതിങ് സോ ദാറ്റ് ഈ ക്ലോറിനേറ്റഡ് വാട്ടർ കംപ്ലീറ്റ്ലി പോകും എന്നുള്ളത്. എന്നിട്ടും ആസ് ഓൾവേസ് ഞാൻ എത്രയും നേരം പറഞ്ഞ പോലെ തന്നെ നല്ലോണം കണ്ടീഷൻ ചെയ്ത് വെച്ചാൽ കുറേയൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ജനറലി ക്ലോറിനേറ്റഡ് വാട്ടർ എന്തായാലും ഹാംഫുൾ ആണ്. Coming to age-related concerns when it comes to hair, ഏജ് കൂടുന്നതിനനുസരിച്ച് പലർക്കും ഹെയറിന്റെ വോള്യൂം തിക്നെസ് ഒക്കെ കുറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ആക്ച്വലി അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ വിത്ത് ഏജ് നാച്ചുറലി തിന്നിങ് ഉണ്ടാവും. എസ്പെഷ്യലി ഫീമെയിൽസിലാണെന്നുണ്ടെങ്കിലും മെയിൽസിലാണെങ്കിലും ഉണ്ടാവും. ഒരു ഫീമെയിൽസിലാണെന്നുണ്ടെങ്കിൽ മെനപ്പോസ് ടൈം ആകുമ്പോൾ ഇത്തിരി പെരി മെനപ്പോസ് പോസ്റ്റ് മെനപ്പോസ് ആണെങ്കിലും ആ ഒരു ഏജ് ചേഞ്ചസ് വരുന്ന സമയത്ത് ഹെയർ തിന്നിങ് സംഭവിക്കാം.
വെൻ ഇറ്റ് കംസ് ടു മെയിൽസ് മെയിൻലി ടെസ്റ്റോസ്റ്റെറോൺ ഹോർമോൺ കാരണമാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ ലെവൽ കൂടുന്തോറും ഹെയർ തിന്നാവാം, മിനിയേച്ചറൈസേഷൻ ഉണ്ടാവാം, തിന്നായി ചെറുതായി മാറാം, ഹെയർ ലോസ് ഉണ്ടാവാം, കൊഴിഞ്ഞു പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. സോ ഏജ് ഇസ് എ ഫാക്ടർ. പക്ഷേ സം പീപ്പിൾ ആർ സോ ലക്കി, വയസ്സായാലും ആ ഹെയർ നിൽക്കുന്നത് മെയിൻലി ജനറ്റിക്കൽ വേരിയേഷൻ ഉണ്ടാവാറുണ്ട് അതിന്. അപ്പോൾ ഈ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഹെയർ ലോസ് അത് പ്രിവെന്റ് ചെയ്യാൻ എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് ഉണ്ടോ? അങ്ങനെ ഒരു തിന്നിങ് സ്റ്റാർട്ട് ചെയ്ത ഇനീഷ്യൽ ടൈമിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് ബെറ്റർ, റാദർ ദാൻ അത് വെയിറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ലെവൽ എത്തുന്നതിനെക്കാട്ടിലും നേരത്തെ തുടങ്ങുകയാണ് നല്ലത്. അപ്പോൾ ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് വിത്ത് ആദ്യം എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കണം. ഇസ് ഇറ്റ് ഏജ് റിലേറ്റഡ് തിങ് ഓർ ലൈക്ക് ഇസ് ദർ എനി ഡെഫിഷ്യൻസി, എന്താണ് കാരണം എന്നതിൻ്റെ റൂട്ട് കോസ് മനസ്സിലാക്കിയിട്ടാണ് എപ്പോഴും നമ്മൾ ഹെയറിൻ്റെ കാര്യത്തിലോട്ട് കയറുന്നത്. അപ്പോൾ മോസ്റ്റ് ലൈക്ലി എന്തെങ്കിലും ഡെഫിഷ്യൻസി ആയിരിക്കാം. എസ്പെഷ്യലി ഫീമെയിൽസിലാണെങ്കിൽ അയൺ ഡെഫിഷ്യൻസി നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആണ്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും കോമൺ ആണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഹിസ്റ്ററി എടുത്തിട്ട് മുമ്പ് അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഇതിൽ വരുന്നത്. ഇപ്പോൾ ഏജ് റിലേറ്റഡ് ആണെന്നുള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ സീറംസ് സ്റ്റാർട്ട് ചെയ്യാം. ലൈക്ക് മരുന്നായിട്ടാണെന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ തുടങ്ങുക. ചില ഗുളികകളുണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ അവരവർക്ക് മാത്രം കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. പിന്നല്ലാതെ PRP, GFC എന്നൊക്കെ പറഞ്ഞുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതൊക്കെ ഇത്തിരി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, ഇത് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഉള്ള മുടി തിൻഡ് ഔട്ട് ആയതിന് ഇത്രയും കൂടെ തിക്കറായിട്ട് മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ബിക്കോസ് യു ആർ ഏജിങ്, യു വിൽ ലൂസ് മോർ ഹെയർ. സോ ഇറ്റ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. ഒരു പേസിൽ വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം ആ ഹെയർ ലോസ്. ഗ്രേ ഹെയർസിന് യൂഷ്വലി എല്ലാവരും ഹെയർ ഡൈയിങ് ചെയ്യും. ഹോം ഇറ്റ്സെൽഫ് ഓരോ ബ്രാൻഡിന്റെ പ്രോഡക്ട്സ് വാങ്ങി ഇതിൽ ഡൈ. ആൻഡ് ഈ ഡൈ ചെയ്യുന്ന പലർക്കും അലർജിക് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. സോ വാട്ട് ആർ ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദിസ്? പേഴ്സൺ ഹൂ ഇസ് അലർജിക് ഇസ് ഓൾവേസ് അലർജിക്. അത് മാറ്റാൻ പറ്റില്ല. Okay. But I have seen people like almost കുറേ വർഷം അവർ ഡൈ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ദിവസമായിരിക്കും അതിന്റെ റിയാക്ഷൻസ് വരുന്നത്. അങ്ങനെയാണ്. ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. അലർജി ചിലപ്പോൾ ഈ ചെറിയ ഡോസിൽ തന്നെ ദേ മൈറ്റ് ബി അലർജിക്. ഓൾ ഓഫ് എ സഡൻ ഒരു ഇത്തിരി കിട്ടിയാൽ തന്നെ മതി, ഫ്ലെയർ അപ്പ് വിൽ ബി വെരി ബാഡ്. ദാറ്റ് ഇസ് ഹൗ അലർജി വർക്ക്സ്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വരാറുണ്ട്. ബട്ട് വൺസ് യു ആർ അലർജിക് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു അവോയ്ഡ് ഇറ്റ്. കാരണം ഇറ്റ് ക്യാൻ ബി വേഴ്സ്റ്റ് ദ നെക്സ്റ്റ് ടൈം യു ടച്ച്. ഈവൻ ഇത്തിരി ആണെന്നുണ്ടെങ്കിലും നെക്സ്റ്റ് ടൈം വളരെ വേഴ്സായി പോവാം. സോ ഇറ്റ്സ് ബെറ്റർ ടു അവോയ്ഡ് ഇൻ ദോസ് കേസസ്. പ്രിമച്വർ ഗ്രേയിങ്. ഓക്കെ, പ്രിമച്വർ ഗ്രേയിങ് എന്നുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് പ്രിമച്വർ ഗ്രേയിങ്? ഒരു ലെസ് ദാൻ 25 years ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് പ്രിമച്വർ ഗ്രേയിങ്. അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നോർമൽ പാർട്ട് ഓഫ് ഏജിങ് കാരണമുള്ള ഗ്രേയിങ് ആണ്. അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ഒന്നും വർക്ക് ചെയ്യാറില്ല ലൈക്ക് ആഫ്റ്റർ 25. ബട്ട് ലെസ് ദാൻ 25 ആണെന്നുണ്ടെങ്കിൽ ദർ ആർ സീറംസ് ആൻഡ് ലൈക്ക് ഓറൽ സപ്ലിമെൻറ്റേഷൻ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, തിരിച്ച് നോർമലായിട്ട് കൊണ്ടുവരാൻ പറ്റും പിഗ്മെൻറ്റേഷൻ. whereas after that dye that is the only option. And ഇപ്പോൾ കമ്പയർഡ് ടു ഏർലിയർ ടൈംസ് ഇപ്പോൾ ആ പ്രിമച്വർ ഗ്രേയിങ് കുറച്ചുകൂടെ അധികമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടാവും. നമ്മളുടെ ന്യൂട്രീഷൻ ലെവൽ മാറി. പഴയ പോലെ നമ്മുടെ അമ്മൂമ്മമാർ അവരൊന്നും കഴിച്ച പോലത്തെ അല്ലേ നമ്മുടെ ഫുഡ്. ഡെഫിഷ്യൻസീസ് കോമൺ ആണ്. അതൊക്കെ കൊണ്ടായിരിക്കുള്ളൂ യങ്സ്റ്റേഴ്സിന് കൂടുതലായിട്ട് വരുന്നത്. പക്ഷെ ആ സമയത്ത് തന്നെ നേരത്തെ കാലത്ത് ട്രീറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം, ഹെൽപ്ഫുൾ ആണത്. And I think nowadays youngsters are not much concerned about that claim. Most of them are not. Yes. Yeah. Because like how our parents were concerned, that much they are not. They're not. Yes. It's actually quite okay. Yes. Yeah. Okay. Most of the people who come to me are like post 25. ആ സമയത്ത് നമുക്കൊന്ന് പ്രത്യേകിച്ച് ലൈക്ക് വി കുഡ് ട്രൈ എന്നുള്ള രീതിയിലേ ഉള്ളൂ. ബട്ട് മോസ്റ്റ് ലൈക്ലി അവർ വരാനുള്ള ചാൻസ് കുറവാണ്. ആ പിഗ്മെന്റേഷൻ തിരിച്ചു വരേണ്ട ചാൻസ് കുറവാണ്. കഷണ്ടിയുടെ കാര്യം പറയുമ്പോൾ എപ്പോഴാണ് നമ്മളൊരു PRP ട്രീറ്റ്മെന്റ്, PRP ഇഞ്ചെക്ഷൻസ് അല്ലെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് പോകേണ്ടത്? ഓർ ഇസ് ഇറ്റ് ഫൈൻ ടു ഹാവ് സം മെഡിക്കേഷൻസ്? ഓക്കെ, ബേസിക്കലി പല സ്റ്റേജും ഉണ്ട്. ഈ ഹെയർ ലോസിൻ്റെ പല സ്റ്റേജുകളും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഏർലിയർ ദ ബെറ്റർ ട്രീറ്റ്മെൻറ്റ്. ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലുള്ള ഡോണർ ഹെയർ ഉണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ PRP, GFC എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പം അത് കൂടുതലും മൈന്യൂട്ട് ആയിട്ടുള്ള ഹെയറിനെ ഇത്രയും കൂടെ വളർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്.
ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് സ്റ്റേജ് യു ആർ ഇൻ. ചില ആൾക്കാർക്ക് ജസ്റ്റ് മരുന്ന് മതിയായിരിക്കും. അതുപോലെ ജസ്റ്റ് കൊഴിച്ചിൽ മാത്രം സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ മരുന്നിലൊക്കെ തന്നെ നമുക്ക് ഇതാക്കാൻ പറ്റും. അല്ലാതെ ഹെയർ ലോസ് ആയിട്ട് തിന്നിങ് തുടങ്ങിയിട്ടുണ്ട്, കൊഴിച്ചിലുണ്ട്, കഷണ്ടിയുടെ സ്റ്റാർട്ടിങ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ PRP-GFCs പോലത്തെ പ്രൊസീജിയേഴ്സ് ഹെൽപ്ഫുൾ ആണ്. ഹെയർ ത്രെഡ്സ് ഉണ്ട്, സ്കാൽപ്പിൻ്റെ അടിയിൽ ഇടുന്ന അങ്ങനത്തെ ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതെല്ലാം ബേസിക്കലി സ്റ്റിമുലേറ്റ് ചെയ്ത് തിന്നായിട്ടുള്ള മുടീനെ തിക്കറാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നെയിൽസ് എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് നഖം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? ബേസിക്കലി ഹാൻഡ് ക്രീംസ് കിട്ടും. ദേ ആർ ലൈക്ക് തിക്ക് മോയ്സ്ചറൈസേഴ്സ്. അത് സ്ഥിരമായിട്ട് രാത്രി തേച്ച് കിടക്കുമ്പോൾ നമ്മുടെ ആ സൈഡിലുള്ള ഭാഗം കൂടെ ക്യൂട്ടിക്കിൾസ് എന്നൊക്കെ പറയാം, അവിടെയും കൂടെ തേച്ച് കിടന്നാൽ ബെറ്ററാണ്. ലൈക്ക് ആ ഒരു സ്കിന്ന് വളരുന്ന പോലെ തന്നെ നമ്മുടെ ഹെയർ പോലെ തന്നെ കെരട്ടിൻ ടിഷ്യൂ ആണല്ലോ ഈ ഒരു നഖം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയും മോയ്സ്ചറൈസേഷൻ, ഹൈഡ്രേഷൻ എന്നുള്ള രീതിയിൽ അതിനെ വെൽ മോയ്സ്ചർഡ് ആക്കി വെക്കുക. അതേപോലെ തന്നെ നമ്മൾ ഫേസിൽ ഇടുന്ന സമയത്ത് സൺസ്ക്രീൻ കൈയിൻ്റെ എവിടെയും കൂടെ ഇടുന്നത് നല്ലതാണ്. കാരണം മെയിൻ തിങ് എപ്പോഴും ഏജ്ഡ് ആവുന്ന ഓരോരോ ഭാഗം, ഒന്ന് ഫേസ്, അതേപോലെ തന്നെ നെക്ക്, പിന്നെ ഈ ചെസ്റ്റിൻ്റെ ഭാഗം, ഓൾസോ ഈ ഹാൻഡിൻ്റെ ബാക്ക് ഭാഗം, ഇതാണ് കോമൺലി എഫക്റ്റഡ് ആകുമ്പോൾ സൺസ്ക്രീൻ ജസ്റ്റ് ഇടുക. നഖമായിട്ട് റിലേറ്റഡ് ആയിട്ടല്ല ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഓവറോൾ ഞാൻ പറഞ്ഞതാണ്. അതാണ് മെയിൻലി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. വേറെ പിന്നെ ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാറുണ്ട് നഖത്തിൻ്റെ സൈഡിലൊക്കെ. കൂടുതലും ഈർപ്പം മെയിൻ അവിടെ നിൽക്കുമ്പോൾ വരികയാണ്. കൂടുതലായിട്ട് വെള്ളത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പാത്രം കഴുകുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഇഷ്യൂ ഉണ്ടാകും. എപ്പോഴും നനഞ്ഞിരിക്കുന്ന സമയത്ത് ഫംഗൽ ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എല്ലാം വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഡ്രൈ ആക്കി വെക്കാൻ നോക്കുക. ഇൻ കേസ് പക്ഷേ വർക്ക് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ബുദ്ധിമുട്ടാണ് കുറേ ആൾക്കാർക്ക്, ബട്ട് സ്റ്റിൽ അത് പ്രിവെൻറ്റ് ചെയ്യാതെ അതിനൊരു ക്യൂർ ഉണ്ടാവില്ല. ഇപ്പൊ ചില സമയത്ത് നഖമൊക്കെ ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട്, മേ ബി അത് ഏജിങ്ങിൽ ഉണ്ടാവണതാണോ? കളറേഷൻ വേരി ചെയ്യുന്ന പല ഫാക്ടേഴ്സ് കൊണ്ടാവാം. ഈവൻ ലൈക്ക് മെലനോമ, സ്കിൻ ക്യാൻസർ ക്യാൻ കോസ്. ആദ്യം കാണുന്ന ചിലപ്പോൾ നഖത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ പിഗ്മെന്റേഷൻ ചേഞ്ച് വരാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ഇടി കിട്ടിയാൽ, ഒരു ചതവ് വന്നാൽ പിഗ്മെന്റേഷൻ വരാം. പല കളറിലും വരാം. ഫംഗൽ ഇൻഫെക്ഷൻസിൽ അങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് ആയിട്ട് വരാം. അത് ഓരോരോ ആൾക്കാർ അവരുടെ അസുഖം അനുസരിച്ചിട്ട് വേരി ചെയ്യും. നെയിൽ എക്സ്റ്റൻഷൻ ഇസ് എ ട്രെൻഡ് നൗ അല്ലേ? ഇപ്പം നമ്മൾ സലൂൺസിൽ പോയിട്ട് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുമ്പം ആ UV റേസ് അടിക്കുമ്പോൾ അത് ഇറ്റ് കെൻ കോസ് സ്കിൻ ക്യാൻസർ. അത് ഒരിടയ്ക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ടോപ്പിക് ഭയങ്കര വൈറലായിട്ട് വന്നിരുന്നതായിരുന്നു ഇൻസ്റ്റഗ്രാമിലൊക്കെ. ബേസിക്കലി പക്ഷെ പറയുന്നത് ലോങ് ടേം യൂസ് അങ്ങനെ UV റേസ് എക്സ്പോഷർ ഉണ്ടെങ്കിലാണ് ആ ടൈപ്പ് ഓഫ് സ്കിൻ ക്യാൻസേഴ്സ് ചാൻസ് വരും. വൺസ് ഇൻ എ വൈൽ എക്സ്റ്റൻഷൻ ചെയ്യുന്നതിന് വലിയ പ്രോബ്ലം ഇല്ല എന്നാണ് പറയുന്നത്. ഓൾസോ ആ ഡ്യൂറേഷൻ കുറവാണല്ലോ UV എക്സ്പോഷർ. സോ അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം. ആൻഡ് മോസ്റ്റ് കോമൺലി അത് കുറേ ഈ വെസ്റ്റേൺ ഇതാണ്, അവർക്ക് പറയണ പോലെ മെലനിൻ കുറവാണല്ലോ. സോ അവർക്ക് ക്യാൻസർ ചാൻസസ് ആർ വെരി ഹൈ കമ്പയർഡ് ടു അസ്. അപ്പോൾ വൺസ് ഇൻ എ വൈൽ അത് ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല. ബട്ട് അനദർ തിങ് ഇസ് ദാറ്റ് ആ ക്യൂട്ടിക്കൽ ഡാമേജ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഇവൻച്വലി ഫർദർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട്. അങ്ങനെ ആ ക്യൂട്ടിക്കിളാണ് ഒരു എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ അപ്പോൾ അത് അവർ പുഷ് ചെയ്യുന്ന സമയത്ത് ആണ് ഈ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്ന സാധനം ഡാമേജ്ഡ് ആവണം. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഒരു ഗേറ്റ്. ആ സാധനത്തിന് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഓപ്പണിങ് ദ ആ germs to go inside the nail bed, it cause infection. ആ ഒരു കാര്യം മാത്രമേ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉള്ളൂ. വൺസ് ഇൻ എ വെൽ ലൈക്ക് സ്ഥിരമായിട്ട് ചെയ്താൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് ഗോയിങ് ടു കോസ് ഡാമേജ്. വൺസ് ഇൻ എ വെൽ എവറിത്തിങ് ഇസ് ഫൈൻ. നഖത്തിനെ കുറിച്ചുള്ള ഒരു മേജർ കൺസേൺ ആണ് കുഴിനഖം. പലർക്കും കുഴിനഖം ഭയങ്കര പ്രശ്നമുള്ള ഒരു കാര്യമാണ് അല്ലേ? പെയിൻഫുൾ ആണ്. പിന്നെ അപ്പിയറൻസിന്റെ പ്രശ്നം. സോ എന്തുകൊണ്ടാണ് അങ്ങനെ? ഫസ്റ്റ് ഓഫ് ഓൾ എന്തുകൊണ്ടാണ് കുഴിനഖം വരണമെന്ന് വെച്ചാൽ നമ്മൾ ഈ നഖത്തിൻ്റെ എഡ്ജസ് വല്ലാതെ കട്ട് ചെയ്യുന്ന സമയത്ത് അത് ഇൻഗ്രോൺ ആയിട്ട് വളരുന്നതാണ് ഈ കുഴിനഖം. ഇൻഗ്രോൺ നെയിലാണത്. ഓക്കെ, മോസ്റ്റ് ലൈക്ലി തള്ളവിരലിൻ്റെ കാലിലത്തെ തള്ളവിരലിലാണ് അത് ഉണ്ടാവുക. അനദർ റീസൺ ഇസ് ദാറ്റ് സൈഡിൽ നിന്ന് പ്രഷർ വരുമ്പോൾ നമ്മൾ ടൈറ്റായിട്ടുള്ള ഷൂസ് ഇടുന്ന സമയത്ത് ഈ പ്രഷർ വന്നിട്ട് അത് ഉള്ളിലോട്ട് പോകും. അപ്പോൾ ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് അഗൈൻ ആ ഒരു സാധനം വളരുന്തോറും ഉള്ളിലത്തെ ഫ്ലഷിനെ ഇടിച്ചിട്ട് വേദന ഉണ്ടാകുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യുക. പ്രോപ്പറായിട്ട് ആ സ്ക്വയർ ആയിട്ട് തന്നെ നെയിലിനെ കട്ട് ചെയ്ത് വെക്കുക. അതായത് സൈഡിൽ നിന്ന് കട്ട് ചെയ്യാതെ സ്ക്വയർ ആയിട്ട് വെക്കുക. ഇച്ചിരിയും കൂടെ ലൂസായിട്ട് ഇത്തിരി സ്പേസ് വേണം ഷൂസിൻ്റെ ഉള്ളിൽ. അങ്ങനെ വിഗിൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പായിട്ടുള്ള ഷൂ എടുത്ത് യൂസ് ചെയ്താൽ തന്നെ ഇത്
വരില്ല. ഇനിയിപ്പോൾ വന്നു കഴിയുകയാണെങ്കിൽ ചിലപ്പോൾ നെയിൽ സർജറി ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഹാബിറ്റ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നോർമലായിട്ട് വളർന്നോളും, കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ആ എത്രത്തോളം അത് ഡാമേജ്ഡ് ആയി എന്നനുസരിച്ചിട്ടിരിക്കും നെയിൽ സർജറി ചെയ്യണമെങ്കിൽ. നഖത്തിന്റെ കേസിൽ ബൈ ബർത്ത് വരുന്ന ചില ഡിഫക്ട്സ് ഇല്ലേ? ആ What are they? ഓക്കെ. അപ്പോൾ പല ലൈക്ക് ചില ഒന്നെങ്കിൽ ഫിസിക്കൽ ഡാമേജ് ആയിട്ട് തന്നെ ചില ആൾക്കാർക്ക് അബ്നോർമലി വരാൻ പറ്റുന്നില്ല വരും. ചിലത് ലൈക്ക് കംപ്ലീറ്റ്ലി എല്ലാ നഖവും പ്രോബ്ലമായിട്ട് വരുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ വളരെ റെയറായിട്ട് അത് നമുക്ക് ശരിയായി കിട്ടാറുള്ളൂ. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എത്രത്തോളം അവരുടെ സ്കിൻ ഡാമേജ് ആണ്, എന്ത് കാരണം കൊണ്ടാണ്. പല കാരണവും ഉണ്ട്. അതും ഹെറിഡിറ്ററി ആയിട്ട് വരാം. ഹെറിഡിറ്ററി ആയിട്ട് വരാൻ കാരണം. അപ്പോൾ അത് എന്താ പെർട്ടിക്കുലർ ഡിസീസ് എന്താണെന്ന് അനുസരിച്ചിട്ടിരിക്കും. സം ഓഫ് എം ആർ ലൈക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇറ്റ് വിൽ ഹാവ് ടു ബി ലൈക്ക് ദാറ്റ് എന്നുള്ള കണ്ടീഷൻസും ഉണ്ട്.